ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇതാ ഞങ്ങൾ കസിൻസിൻ്റെ ഒരു ബ്രൈഡ് ടു ബി ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് പോവാണ്. ബ്ലാക്കും റെഡും ആണ് കേട്ടോ തീം. അപ്പോൾ ബ്രൈഡ് ശരിക്കും സംഗതി അറിയില്ല, ബ്രൈഡിന് സർപ്രൈസ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കസിൻസ് ഒപ്പിച്ചതാണ്. അപ്പോൾ ഞങ്ങൾ പോയി നോക്കാം കേട്ടോ. അപ്പോൾ ഇത് പുളിക്കൽ ആലുങ്ങൽ എന്ന് പറഞ്ഞ സ്ഥലമാണ്. ആലുങ്ങൽ മോക്ക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പാണ്. അടിപൊളിയായിരുന്നു. ഇവിടുത്തെ ആംബിയൻസ് ഒക്കെ ഒരു രക്ഷയല്ല. അങ്ങനെ ഫംഗ്ഷനൊക്കെ ഇതാക്കാനും വേണ്ടിയിട്ട് അപ്സ്റ്റെയറിൽ ഫുള്ള് സെറ്റാണ്. അടിയിൽ സ്നാക്സും കാര്യങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ ആയിരുന്നു ബുക്ക് ചെയ്തിട്ടുണ്ടേനി. അപ്പോൾ ബ്രൈഡ് ആകെ എക്സൈറ്റഡ് ആണ് കേട്ടോ ഇത് മൊത്തം കണ്ടിട്ട്, കാരണം ഓൾ ഇത്ര പ്രതീക്ഷിച്ചിട്ടില്ല. അങ്ങനെ ഇതാ കേക്കും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ കസിൻസ് ഇത് ഗേൾസ് ഉള്ളി എന്ന് പറഞ്ഞിട്ട് പരിപാടി നടത്തിയതേനു. പക്ഷെ എല്ലാവരും അറിഞ്ഞിട്ട് ഗേൾസൊക്കെ ഫുള്ളും ബോയ്സും എല്ലാവരും വന്നിട്ടുണ്ടേനു. അപ്പോൾ ഇത് ബ്രൈഡിൻ്റെ സിസ്റ്ററാണ് കേട്ടോ. അപ്പോൾ ഇവരെ കല്യാണം കൊറോണ ടൈം ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഇതൊന്നും ഇല്ലേനി പറഞ്ഞിട്ട് ഒരു മാക്സിമം എൻജോയ് ചെയ്യാം കേട്ടോ. വേറെ ഇരുന്നിട്ട് വേറെ വൈബേനു. നമ്മളെ അപ്പോൾ ബ്രൈഡിൻ്റെ എൻട്രി ആണിത്. അപ്പോൾ ബ്രൈഡിന് ഇങ്ങനെ ഓരോന്ന് അങ്ങനെ ഇങ്ങനെ ചെയ്യുന്ന പറഞ്ഞിട്ട് മാക്സിമം ഒക്കെ പണിയെടുക്കുക കേട്ടോ എല്ലാവരും. ഓൾ ഒരു പ്രാവശ്യം കയറി വന്ന് അപ്പോൾ വീണ്ടും എല്ലാവരും പറയുകയാണ് ഒന്നും കൂടി ഇത് ട്രയലാണ് വീണ്ടും വാന്ന് പറഞ്ഞിട്ട് പിന്നെയും ടാസ്ക് കൊടുത്തുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ ഫൈനൽ അവൾ വന്ന് പാവം നല്ല പണി കിട്ടിയാണ്. ആർട്ടിഫിഷ്യൽ ആയതുകൊണ്ട് എന്താ പറയുക, സർപ്രൈസൊക്കെ കൊളായിട്ടുണ്ടായിരുന്നു. അപ്പോൾ സർപ്രൈസായി നിൽക്കണം എന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് ആർട്ടിഫിഷ്യലായിട്ട് സർപ്രൈസ് ആവാനൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഓരോ കളികളാണ് ഈ കാണുന്നത്. അങ്ങനെ നമ്മൾ ഫൈനലി കേക്കും കാര്യങ്ങളൊക്കെ ടേബിൾ മേൽ സെറ്റാക്കിയിട്ടുണ്ട്. ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മളെ കേക്ക് ഇതാ നമ്മൾ അളിയനാണ് കേട്ടോ കൊണ്ടുവരുന്നത്. നമ്മൾ വലിയ അളിയനാണ്. അപ്പോൾ അളിയൻ പറയണേ എല്ലാവരും മരിക്കും, ഇത് ഞാൻ മാത്രമാണ് കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും ആട്ടിയിട്ട് അളിയൻ ഫുള്ള് കോമഡി കേട്ടോ, നല്ല വൈബാണ്. അപ്പോൾ അങ്ങനെ ഇതാ കേക്ക് കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു കുറേ കോമഡി കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ വീഡിയോയിൽ ഇൻവോൾവ് ആക്കിയിട്ടില്ല. ഷോർട്സിൽ നല്ല അടിപൊളി വീഡിയോ ആക്കിയിട്ട് ഷോർട്സിലിടുന്നുണ്ട്. അപ്പോൾ ഷോർട്സ് എല്ലാവരും ഒന്ന് കണ്ടുനോക്കണേ. പിന്നെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ പുറത്ത് നല്ല മഴ ഉണ്ടായിരുന്നു. പിന്നെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ ഓരോ സ്നാക്സും കാര്യങ്ങളൊക്കെ എത്തി ടേബിൾ മേൽ. അപ്പോൾ മക്കൾക്കൊക്കെ ഇതൊക്കെ കണ്ടാൽ പിന്നെ മക്കൾ ആ വൈക്ക് അങ്ങ് തിരിഞ്ഞ്. നമ്മളെ പരിപാടിയും ഫോട്ടോഷൂട്ടും റീൽസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും സ്നാക്സൊക്കെ കഴിച്ചുകൊണ്ട് ഇങ്ങനെ ചില്ലായി കൊണ്ട് നിൽക്കുക കേട്ടോ. പുറത്താണെങ്കിൽ നല്ല മഴയുണ്ടായിരുന്നു. വീട്ടിൽ ഹൽദിക്കുള്ള കാര്യങ്ങളൊക്കെ നടക്കാനും വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് കോള് വരുന്നുണ്ടേനു. അപ്പോൾ എല്ലാവരും വേഗം ഇതൊക്കെ കഴിച്ചിട്ട് പോകാമെന്നുള്ള പ്ലാനൊക്കെയാണ്. മഴ കാരണം എല്ലാവരും ഇങ്ങനെ കുറച്ച് സ്റ്റക്കായി. യെല്ലോ കളറ് ഉണ്ടോ? പിന്നെ ഇതൊരു ബോട്ടിലാട്ടോ. അത് കണ്ടപ്പോൾ ഞാൻ കാറാ വിചാരിച്ചപ്പോൾ ഒരു സ്പെഷ്യലായി കണ്ടപ്പോൾ വെറുതെ ഷൂട്ട് ചെയ്തതാണ്. അങ്ങനെ സ്നാക്സൊക്കെ കഴിച്ച് എല്ലാവരും വയറ് കഴിഞ്ഞ് നിറഞ്ഞിട്ടും വീണ്ടും സ്നാക്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് പാസ്ത വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കഴിച്ച് വയറ് ഫുള്ളായതുകൊണ്ട് തന്നെ കുറേ കാര്യങ്ങളൊക്കെ പാർസലാക്കി. ഇത് ലോഡഡ് ഫ്രൈസ് ആയിരുന്നു. ലോഡഡ് ഫ്രൈസ് വന്നപ്പോൾ പിന്നെ പാസ്ത സൈഡായി.
അങ്ങനെ അത്രേ ഉള്ളൂനും. ബ്രൈഡ് ടു ബി കഴിഞ്ഞപ്പോൾ തന്നെ നല്ല ലേറ്റ് ആയിട്ട് നൈറ്റായിട്ട്. അപ്പം ഞങ്ങൾ എന്തായത് ഹൽദിക്കുള്ള ഒരുക്കാനേനു. അപ്പോൾ അതിൻ്റെ ഇൻട്രോ എടുക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് നോക്കണ്ട, ഫുള്ള് അറിവരേനു. അങ്ങനെ ഹൽദിക്ക് വേണ്ടിയുള്ള എല്ലാവരും മഞ്ഞ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് എല്ലാവരും അങ്ങനെ പോയോണ്ടിരിക്കുകയാണ്. ബ്രൈഡ് നിന്നിട്ട് പിന്നെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളും എല്ലാവരും എല്ലാം ഇട്ടിട്ട് നല്ല വൈബ് ഉണ്ടായിനി. എല്ലാവരും ഇങ്ങനെ ഇടും ജസ്റ്റ് പറഞ്ഞിട്ടുള്ളേനി, പക്ഷേ എല്ലാവരും ഇട്ടപ്പോൾ നല്ല ഭംഗിയായിട്ടുണ്ടേനു. അങ്ങനെ ഹൽദിക്കുള്ള ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. ടൈമൊക്കെ നല്ല ലേറ്റ് ആയിട്ട് കേട്ടോ, കാരണം ബ്രൈഡ് ടു ബി കഴിഞ്ഞപ്പോൾ തന്നെ ടൈം ഏകദേശം സെറ്റ് ആയിട്ടുണ്ടേനി. അപ്പം നമ്മൾ പലഹാരങ്ങളൊക്കെ ഇങ്ങനെ പ്ലേറ്റിലേക്ക് സെർവ് ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഓരോരുത്തരും ഇതൊക്കെ കൊണ്ടുപോയി എടുക്കുന്ന വീഡിയോ ഉണ്ട്, ഇതൊക്കെ ഷോർട്സിലുണ്ട്. അപ്പോൾ ഇതിലത് ഇട്ടിട്ടില്ല. അപ്പോൾ ഫുള്ള് യെല്ലോ കളർ തീമൊക്കെ സെറ്റായിട്ടുണ്ടായിരുന്നു. പിന്നെന്താ, പിന്നെ മൊത്തം വൈബേനു. എല്ലാവരും കൂടി കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് ചില്ലായി. അപ്പം അങ്ങനെയേനു ഞങ്ങളെ ഹൽദിയും അടിപൊളിയായി മാഷാ അല്ലാഹ്. പിന്നെ വീഡിയോസ് കുറേ ഇട്ടിട്ട് ബോറടിപ്പിക്കണില്ല. അപ്പോൾ ബ്രൈഡിൻ്റെ ആങ്ങളും കൂടിയും കുറേ റീൽസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഒക്കെ കഴിഞ്ഞു. പിന്നെ ഇത് ചെറിയൊരു ക്ലിപ്പിങ്സ് ഇതിലാണ്. ഇങ്ങനെ മൈലാഞ്ചിട്ടാണ് ഞാൻ ഇവിടെ അതിലൊക്കെ നല്ല ഉറക്കേനു. മൈലാഞ്ചിട്ട് കഴിഞ്ഞോ എന്ന് നോക്കാൻ വന്നപ്പോൾ ഇടണ ആളൊക്കെയാ മുത്തോടെ ഇടണത്. ശരിക്കും സർപ്രൈസ് ആയിപ്പോയി. ഇതൊരു വീഡിയോ ഇടാൻ മാത്രം ഇല്ലാത്തതുകൊണ്ട് ഞാൻ പിറ്റേ ദിവസത്തെ മെഹന്തിയും കൂടി ഇതിലേക്ക് ആഡ് ആക്കിയതാണ്. അപ്പോൾ ശരിക്കും സർപ്രൈസായി. എൻ്റെ ഫ്രണ്ടേനു മെഹന്തി ഇടണത്, ഞാൻ അറിഞ്ഞില്ലേനു. ഏകദേശമൊക്കെ ഇട്ട് കഴിഞ്ഞ് പോകാൻ നോക്കുമ്പോഴാണ് മൈലാഞ്ചി ഇടുന്ന ആളെ നോക്കുമ്പോൾ അതിൻ്റെ കൂടെ പഠിച്ച ഞങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട്സേനു. അങ്ങനെ മെഹന്തി ഇടലൊക്കെ കഴിഞ്ഞപ്പോൾ നൈറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സാരി എടുക്കണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊക്കെ എപ്പോഴോ സാരി എടുത്ത് ഇവിടെ ഫുള്ള് സെറ്റായിക്കുക, എന്നാലും മെഹന്തി കഴിഞ്ഞില്ലേനു. പിന്നെ ഞങ്ങളെ ഫ്രണ്ടിന് ലേറ്റ് ആയപ്പോൾ കുറച്ച് ട്രീറ്റൊക്കെ കൊടുത്തോളം വിട്ട്. അങ്ങനെ മെഹന്തിൻ്റെ വീഡിയോസും ഷോർട്സിൽ വരുന്നത്. അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോ. കുറേ നമ്മൾ ചില്ലാവണുണ്ടായാലും വീഡിയോ എടുക്കാനൊക്കെ മറന്നേ. അപ്പോൾ ബ്രൈഡ് ടു ബിയും ഹൽദിയും മെഹന്തിയും എല്ലാ വീഡിയോകളും ഒറ്റ വീഡിയോയിൽ ഉൾക്കൊള്ളുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.